മോളിക്കുട്ടി, ഗാഥ വീണ്ടും വിളിക്കുന്നുണ്ട്. ഒന്നുകിലെ ഫോണ് കട്ടി, അല്ലെങ്കിലേ എടുത്ത് നാലും നല്ല വർത്താനം പറയണം. ഹലോ, നീയൊക്കെ എവിടെയടി? ഞാൻ നിന്നെ കാണാൻ വന്നോണ്ടിരിക്കാം. എന്തായാലും നിങ്ങളൊക്കെ എന്നെ വെല്ലുവിളിച്ചതല്ലേ? വെല്ലുവിളി കേട്ട് ഒളിച്ചോടുന്നവളല്ല ഗാഥ ശ്രീനിവാസ്. ഗാഥ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. വേണ്ട, നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും. ആ ഫോൺ ഇങ്ങോട്ട് തന്നെ തരാൻ. എന്താടി? നീയൊക്കെ എവിടെയാണെന്ന് പറയടി, ഞാൻ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കാം. നീ വാ. ഇവിടെ 4-ാം കല്ലെന്നൊരു സ്ഥലമുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്നിടത്ത് എന്റെ വണ്ടി ഉണ്ടാവും. നമുക്ക് കാണാം. ശരി, കാണാം. എന്നിട്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാം. അവള് വരുന്നുണ്ട്. എന്തിനാ മോളിക്കുട്ടി വെറുതെ? വരട്ടടി. ഇന്നത്തോടെ തീർന്ന അവളുടെ അഹങ്കാരം. അല്ലെങ്കിലേ ഈ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ഇതുപോലെ അവളുടെ വിളി വരും. അത് പാടില്ലല്ലോ. മോളിക്കുട്ടി, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ? അതെ, വരുന്നവളുടെ സംസാരം പോലെ ഇരിക്കും. അനാവശ്യമായിട്ട് വാ തുറന്നാലേ അന്ന് കാലൊടിഞ്ഞ് പുഴയർത്ത് കിടന്നത് പോലെയല്ല, 2 കാലും തല്ലി ഒടിക്കും. അവളുടെ ഒരു മമ്മി. നീ എന്താടി എന്റെ മമ്മി എന്നെ കുറിച്ച് പറഞ്ഞേ? അത് നീ വ്യക്തമായിട്ട് കേട്ടതല്ലേ? നിനക്ക് ധൈര്യമുണ്ടോ എന്റെ മുഖത്ത് നോക്കി അതൊന്നുകൂടെ പറയാൻ? ഗാഥ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഞങ്ങള് വേറൊരു ടെൻഷനില്ല. എന്റെ കാര്യം പരിഹരിച്ചിട്ട് മതി നിന്റെയൊക്കെ ടെൻഷൻ പരിഹരിക്കുന്നത്. നിനക്ക് എന്താടി കേൾക്കേണ്ടത്? ഞാൻ നിന്നെ നിന്റെ മമ്മിയെ കുറിച്ച് പറഞ്ഞത് മുഖത്ത് നോക്കി പറയണമെന്നല്ലേ നീ പറഞ്ഞത്? എന്നാലേ കേട്ടോ, നിന്റെ മമ്മയുണ്ടല്ലോ, സിതാര ശ്രീനിവാസൻ, അവരെ കുറിച്ച് നീ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മോളെ നേരെ ചൊവ്വെ വളർത്താൻ കഴിയാത്ത ഒരു കഴിവ് കെട്ട സ്ത്രീയാ അവര്. പിന്നെ നിന്റെ കാര്യം, കാശുള്ള കുടുംബത്തില് ജനിച്ചതിന്റെ പേരിലെ നാട്ടുകാരെ മുഴുവൻ ഭരിക്കാൻ ഇറങ്ങിക്കോളാന്ന് തീരുമാനിക്കുന്ന ചില വൃത്തികെട്ട ജന്മങ്ങള്. അക്കൂട്ടത്തിൽ ഒരുത്തി. അതിലപ്പുറം ഗാഥാ ശ്രീനിവാസൻ ഒരു ചുക്കുമല്ല. കൈക്ക് വേദനയുണ്ടോ? നോക്കട്ടെ. നീയാ ഇവക്ക് വണം വെച്ച് കൊടുക്കുന്നേ? ഇങ്ങനെയൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നേ? എത്ര ദിവസമായിട്ട് ഞാനും ഇവിടെ വന്ന് കിടക്കുന്നറിയോ? പുറത്തിറക്കി വിടാനല്ല, കൊല്ലാൻ അവരുടെ തീരുമാനം. അത് സാധാരണക്കാരായ നിങ്ങളുടെ കാര്യം. ഐ എം ഗാഥ ശ്രീനിവാസ്. എനിക്കൊരു അപകടം വന്നാലേ എന്നെ രക്ഷിക്കാൻ ആള് വരും. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കാനും എന്റെ മമ്മിക്ക് സാധിക്കും. എന്നാ പിന്നെ മമ്മിയും കൂടി അവരിങ്ങോട്ട് തട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു. അപ്പൊ കാര്യങ്ങൾ ഭയങ്കര എളുപ്പവും. നിങ്ങൾ എന്നോട് സംസാരിക്കാനായിട്ട് വരണ്ട. നിങ്ങളെ പോലുള്ളവരുടെ കൂടെ ഗാഥ ശ്രീനിവാസ് ഒരേ മുറിയിൽ. അതിനേക്കാളും ഭേദം മരണ. കഷ്ടം. അല്ലാതെ എന്തു പറയാനാ? അകപ്പെട്ടിരിക്കുന്നത് പാമ്പിന്റെ വായിലാ. അവിടെ ഇരുന്നോണ്ടാ വലിപ്പച്ചെറുപ്പം പറയുന്നത്. ജീവിതത്തിൽ നന്നാവില്ല എന്നുള്ളത് അറിയായിരുന്നു. മരിക്കുമ്പോഴെങ്കിലും അതൊന്ന് മാറ്റിക്കൂടെ നിനക്ക്? താൻ നോക്കിക്കോ, എന്നിവിടെ കൊണ്ടുവന്നവന്മാരുണ്ടല്ലോ, ആ ക്രിമിനൽസ്, ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. എങ്ങനെങ്കിലും ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ. എല്ലാവരെയും ഞാൻ പിടിപ്പിക്കും. എല്ലാവരോടും ഞാൻ കണക്ക് ചോദിക്കും. താൻ നോക്കിക്കോളും. സുരതേ, നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. ഇതിന്റെ ഒന്നും അസുഖം ചത്താലും മാറില്ല. മേഡം ഒന്ന് മാറുമോ? ഞാൻ അങ്ങോട്ടൊന്ന് ഇരുന്നോട്ടെ. മോളിക്കുട്ടി, ഒരിടത്തും കാണുന്നില്ലല്ലോ. അവളുടെ മമ്മിയുടെ ഏതെങ്കിലും ശത്രുക്കളായിരിക്കും. ശത്രുക്കളെ ഉണ്ടാക്കുന്നതിൽ രണ്ടുപേരും മത്സരിക്കുകയാണല്ലോ. എവിടെ ചെന്നെത്തുന്നു എനിക്കറിയില്ല. ഹലോ മാഡം. എന്തായി മോളെ, എവിടെയെങ്കിലും കണ്ടോളെ? ഇല്ല മാഡം, ഞങ്ങള് എല്ലാ സ്ഥലത്തും നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അന്വേഷണത്തിനായിട്ട് അവർ അങ്ങോട്ടേക്ക് വരും. മോളിക്കുട്ടി പറയുന്നത് ചിലപ്പോ മാഡത്തിന്റെ ബിസിനസ്സിലെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും അത് ചെയ്തതെന്നാ. അങ്ങനെയാണെങ്കിൽ എന്നോട് എതിർപ്പുള്ളവരാരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. കൃഷ്ണ, എനിക്ക് എന്റെ മോളെ വേണം.
അവക്ക് പകരമായിട്ട് എന്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. മാഡത്തിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് ആവും വിധം നോക്കുന്നുണ്ട്. ഞാൻ മാഡത്തിനെ തിരിച്ചു വിളിക്കാം. മോളെ, നിന്നോട് അവൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരു സമയത്ത് ന്യായീകരിക്കുന്നില്ല. പ്ലീസ് കൃഷ്ണ, എന്റെ മോള്. മാഡം, ഞാൻ ഗാദിയെ അന്വേഷിക്കുന്നത് ആത്മാർത്ഥതയോടെ തന്നെയാ. അതിനെക്കുറിച്ചൊന്നും മാഡം വിഷമിക്കണ്ട. നമുക്ക് അവളെ കണ്ടെത്താം. ഞാൻ വിളിക്കാം. മാഡം കരഞ്ഞോണ്ടാ സംസാരിക്കുന്നത്. അത് പിന്നെ മോള് പോയാൽ അമ്മ കരയില്ലേ? ആ, ഇങ്ങനെയാ നിനക്ക് എന്തെങ്കിലും പറ്റുമ്പോ നിന്റെ അമ്മ കരയുന്നത്. അത് മനസ്സിലാക്കണ്ടേ? മോനിക്കുട്ടി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടി, അവൾ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴേ ആളുകളെ പിടിച്ചോണ്ട് പോയതല്ല, എന്നെയും നിന്നെയും കൊല്ലാൻ വന്നപ്പോഴേ പിടിച്ചോണ്ട് പോയതാ. ഞാൻ മാത്രമായിരുന്നെങ്കിലേ ഏതെങ്കിലും വഴിക്ക് പൊക്കോട്ടെ എന്ന് ഞാൻ കരുതിയേനെ. ഇതിപ്പോഴേ നീ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ടാ, മനസ്സിലായോ? മോനിക്കുട്ടി, എങ്ങനെയില്ല അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓ, അതിനല്ലേ ഈ ഓട്ടം മുഴുവനും.